നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരപ്രദേശങ്ങളിലും സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത ഉള്ളതിനാലാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജൂലൈ 27 ഉച്ചയോടെ അതിതീവ്ര ന്യൂനമർദ്ദം വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്ത് പാരദ്വീപിനും നാഗർദ്വീപിനും ഇടയിലായി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. പടിഞ്ഞാറൻ രാജസ്ഥാനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം തുടരുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. കണക്കുകൾ പലതും യോജിക്കുന്നില്ലെന്ന് പരിശോധന നടത്തിയവർ പറയുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തുടങ്ങിയ പരിശോധന ഇന്നലെ പുലർച്ചെ 5 വരെയും ഇന്നലെ രാവിലെ 9 തുടങ്ങിയ പരിശോധന വൈകിട്ട് വരെയും നീണ്ടു. അവധി ദിവസമായിട്ടും ജീവനക്കാർ കണക്ക് പരിശോധിക്കാൻ എത്തിയിരുന്നു. കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി പഞ്ചായത്ത് ക്ലർക്ക് VS സാജിത്താണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ 3,76,641 രൂപ തട്ടിയെടുത്തത് ഇദ്ദേഹം പഞ്ചായത്തിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചിരുന്നു. കണക്കുകളിൽ വന്ന വ്യത്യാസം വിശദമായി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. 4 വർഷമായി സാജിദ് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് നിഗമനം. പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രോഗിയെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് കാറിലിടിച്ച അപകടം സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും സംസ്ഥാന പാതയിൽ നിന്നും ഇടിച്ച വാഹനങ്ങൾ മാറ്റാത്തതിൽ നാട്ടുകാരുടെ പരാതി. സ്ഥിരം അപകട മേഖലയായ അൻസാർ ആശുപത്രി വളവിൽ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാഴ്ച മറയ്ക്കുന്ന നിലയിലാണ് അപകടത്തിൽപ്പെട്ട ആംബുലൻസും കാറും റോഡിന് സമീപത്തെ വളവിൽ പാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ കാർ ഞായറാഴ്ച വൈകിട്ടോടെ മാറ്റിയെങ്കിലും ആംബുലൻസ് ഇപ്പോഴും റോഡിന് സമീപത്തെ പാതയിൽ തന്നെയാണ്. അപകടം സംഭവിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസോ RTO ഓഫീസറോ സ്ഥലത്തെത്തി വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ മാറ്റാത്തതിൽ ഇനിയും മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരാഴ്ച മുമ്പ് പൊന്നാനിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് ഭാഗത്തു നിന്നും വന്നിരുന്ന കാറിന് പുറകിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറിൽ ഉണ്ടായിരുന്ന വീട്ടമ്മയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അൻസാർ ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് ആംബുലൻസിലെ വൃക്കരോഗിയെ അൻസാർ ആശുപത്രിയിലെ മറ്റൊരു ആംബുലൻസിൽ കയറ്റി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇടിച്ച വാഹനമായ ആംബുലൻസ് എത്രയും പെട്ടെന്ന് റോഡിന്റെ അപകട വളവിൽ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളിക്ക് കീഴിലുള്ള മഴുവഞ്ചേരി വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ച തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 6:30 കപ്പേളയിൽ ലതീഞ്ഞ നൊവേന എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ 6:45 എരനല്ലൂർ ഇടവക ദേവാലയത്തിൽ ലതീഞ്ഞ നൊവേന, ദിവ്യബലി, വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിക്കൽ എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് 1:30 വള എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വൈകിട്ട് 6:45 കപ്പേളയിലെത്തി സമാപിച്ചു. 7 മണിക്ക് ലതീഞ്ഞിനും നൊവേനയ്ക്കും നേർച്ച വിതരണത്തിനും ശേഷം ഫാൻസി വെടിക്കെട്ടുമുണ്ടായി. മഴുവഞ്ചേരി സെന്റ് ജെയിംസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ സെബി പുത്തൂർ, യൂണിറ്റ് പ്രസിഡന്റ് AN വിൻസെന്റ്, തിരുനാൾ കൺവീനർ PK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ചരമം. ചാവക്കാട് പ്രവാസി ലീഗ് നേതാവും സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനുമായിരുന്ന മണത്തല പണിക്ക വീട്ടിൽ കൊട്ടിലിങ്ങൽ മുഹമ്മദ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മണത്തല ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ബുഷ്ര ഭാര്യയും ഷംസീർ, ഷഹീൻ, ഷഹാന എന്നിവർ മക്കളുമാണ്. കാട്ടുകാമ്പാൽ കിഴക്കുമുറി പടിഞ്ഞാറേപ്പാട്ട് പരേതനായ കൃഷ്ണൻ മകൻ ശങ്കുണ്ണി നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തും. ലീലാവതി, ബാലകൃഷ്ണൻ, മുരളീധരൻ, മണികണ്ഠൻ, വിജയൻ, സജിത എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.